ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റഡി വിത്ത് മീയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിദൂര സംവേദന അഥവാ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 1960 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റാസും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കൊക്കെ വരത്തില്ലേ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. അപ്പം വിദൂര സംവേദനത്തിലെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദനങ്ങൾക്ക് പറയുന്ന പേരാണിത് സെൻസർ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ്, ആൻറ്റിന, അതൊക്കെ എങ്ങനെയാണ് ഈ വിദൂര സംവേദനം മുഖാന്തരം ഉപയോഗപ്പെടുന്ന വാർത്താവിനിമയം, വിദ്യാഭ്യാസം, കാലാവസ്ഥാ നിരീക്ഷണം എന്നീ മേഖലകളിൽ വിദൂര സംവേദനം ഉപയോഗപ്പെടുന്നുണ്ട് അല്ലേ. ക്യാമറയും സ്കാനറുകളുമാണ് ഈ സംവേദനങ്ങളായിട്ട് പ്രയോജനപ്പെടുന്നത്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദനം പകർത്തുന്നത്. സംവേദനകൾ വ്യാപിച്ചിരിക്കുന്ന പ്രതലത്തിനെ പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്നത്. ഈ ഊർജ ഉറവിടം, പ്ലാറ്റ്ഫോം എന്നിവ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാൻ കഴിയും. ഊർജ ഉറവിടത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് വർഗീകരണമുണ്ട്. പരോക്ഷ ഊർജ വിദൂര സംവേദനമുണ്ട്. അതായത് സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഈ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നു.